പഹൽഗാം വിഷയത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടി കടക്കുന്നു. പഹൽഗാം സംഭവത്തിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ സമൂഹ മാധ്യമ അക്കൗണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൗണ്ടിലെ പോസ്റ്റാണ് മുൻ പാക് മന്ത്രി കൂടിയായ ഫവാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. അതേസമയം 16 യൂട്യൂബ് ചാനലുകളെ കേന്ദ്രം വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകളാണ് വിലക്കിയത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും ചേരുകയാണ്. സജിത്ത് വിവരങ്ങളുമായി ചേരുമ്പോൾ സജിത്ത്, ആദ്യം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് അക്കൗണ്ടിലെ പോസ്റ്റ് അത് ഏത് തരത്തിൽ പാക് ഭരണകൂടത്തിന് ആയുധമായി മാറുന്നു? ഇത് ഏത് തരത്തിലാണ് പാക് മന്ത്രി ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്? അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര തലത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള നീക്കങ്ങളും തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ ആയുധമാക്കുന്നുണ്ട്. മണിപ്പൂരിലെ സംഘർഷ വിഷയങ്ങളൊക്കെ പാകിസ്ഥാൻ ഈ തുടക്കത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രതിരോധമെന്നോണം ഊന്നി പറഞ്ഞിരുന്നു. ഇതിൽ ഇപ്പോൾ അവർ ആയുധമാക്കുന്ന ഒരു പോസ്റ്റുകളിലൊന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇട്ട ഒരു പോസ്റ്റാണ്. എക്സ് അക്കൗണ്ടിൽ INC കേരള എന്ന അക്കൗണ്ടിൽ ഇട്ട പോസ്റ്റാണ് അവർ ആയുധമാക്കുന്നത്. പ്രധാനമായും ഈ പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റിലൂടെ കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ച ആക്ഷേപം ഇങ്ങനെയാണ്. പെഹൽഗാം എന്ന സ്ഥലം അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈ 200 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ ഭാരമേറിയ ആയുധങ്ങളുമായി ഈ തീവ്രവാദികൾക്ക് സുരക്ഷിതമായി എങ്ങനെ എത്താൻ കഴിഞ്ഞു? ഇത്ര വിശദമായ ആസൂത്രണം നടത്താൻ എങ്ങനെ അവർക്ക് കഴിഞ്ഞു? അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഈ INC കേരള എന്ന അക്കൗണ്ടിലുണ്ടായത്. ഈ പോസ്റ്റ് അതേപടി പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറ്റെടുക്കുന്നു എന്നതാണ് സാഹചര്യം. ഇത് ഫവാദ് ഹുസൈൻ അവിടുത്തെ മുൻ മന്ത്രി കൂടിയാണ്, ഒപ്പം തന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം അടക്കം ഇത് ഉന്നയിക്കുകയാണ്. ഇത് റീട്വീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നിരവധി പോസ്റ്റ് ആയി ഇത് പാകിസ്ഥാനിൽ പ്രചരിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം സമാനമായ രീതിയിൽ പാകിസ്ഥാനിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സർക്കാരുമൊക്കെ ആയുധമാക്കിയിരുന്നു. ഈ രീതിയിലേക്ക് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പോസ്റ്റ് മാറുന്നു എന്നതാണ് സാഹചര്യം. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അതായത് ഇന്ത്യക്കകത്ത് തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന വാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റിനെ ഇപ്പോൾ അവർ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അത് ആ തരത്തിൽ പ്രചരിക്കപ്പെടുകയാണ്. ദേശീയ തലത്തിലും അതിന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പോസ്റ്റ് വലിയ ആയുധമാക്കി മാറ്റുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒരുപക്ഷെ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം. കോൺഗ്രസ് ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നു. സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ അത് അതീവ ഗൗരവകരമായി പോലും ചോദിക്കാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. മിലിറ്ററി ഓപ്പറേഷൻസ് അടക്കം നയതന്ത്ര തലത്തിലെ ഇടപെടലുകൾക്ക് ശേഷമായിരിക്കണം കോൺഗ്രസ് അത് രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റുക. അതിനു മുൻപ് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ ട്വീറ്റ് ആയുധമാക്കി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP അത് മറു ആയുധമാക്കാനുള്ള ഒരു സാധ്യത, ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ സമയത്തും പ്രതീക്ഷിക്കേണ്ടി വരുമോ സജിത്ത്? ഇതിന്റെ സാഹചര്യം, അതായത് ഈ നയതന്ത്ര തലത്തിൽ ഒരു മേൽക്കൈ നേടാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അത്തരം സമ്മർദ്ദതന്ത്രം, അത്തരം നീക്കങ്ങൾ തുടക്കം മുതൽ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇതിന് മറുനീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ചൈനയുടെ പിന്തുണ തേടാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിയ ശ്രമം. ഒടുവിൽ അവിടെ ഒരു ഏറ്റവും സത്യസന്ധമായ അന്വേഷണം വേണമെന്ന് നിലപാടെടുക്കാൻ ചൈനയെ കൊണ്ട് പാകിസ്ഥാന് കഴിയുകയും ചെയ്തു. അങ്ങനെ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടിലേക്ക് ചൈന വന്നു എന്ന തോന്നൽ പൊതുവിൽ അവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇതിന് പുറമെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരും അടക്കം വലിയ മറ്റു പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ പഹൽഗാം സംഭവത്തിൽ പാകിസ്ഥാനിലേക്ക് സംശയ മുനകൾ നീണ്ടപ്പോൾ തന്നെ അതിന് തുടക്കത്തിൽ തന്നെ അവർ പ്രതിരോധം ഉയർത്തിയിരുന്നു. തങ്ങൾക്കൊരു പങ്കുമില്ല, തങ്ങൾക്കെതിരെ തെറ്റായ പ്രചരണം ഇന്ത്യ നടത്തുന്നു എന്നതായിരുന്നു അവർ ഉന്നയിച്ച വാദം. സമാനമായ നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവർ ഉന്നയിച്ച ഒരു വാദം, മണിപ്പൂർ അടക്കമുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഇന്ത്യക്കകത്തുണ്ടാകുന്നുണ്ട്, അതിന്റെ തുടർച്ചയായേക്കാം പഹൽഗാം സംഭവം എന്ന വാദമാണ് പാകിസ്ഥാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അത് സമാന നിലപാടെടുത്ത് വീണ്ടും മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അതേ നിലപാട് വീണ്ടും ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്ന ഒന്നുകൂടിയായി ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പോസ്റ്റ് മാറുകയാണ്. കാരണം 200 കിലോമീറ്റർ അതിർത്തി മേഖലയിൽ നിന്നും കടന്നുവന്ന് എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ ആസൂത്രിത നീക്കമാണ് എന്ന ഇന്ത്യയുടെ വാദത്തിന് വിരുദ്ധമല്ലേ? അത്തരം വാദം കേരളത്തിലെ
ഇന്ത്യക്കകത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ഇല്ലേ എന്ന ചോദ്യം കൂടി ഉന്നയിക്കാനാണ് പാക് രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു ഇന്ത്യ സജിത്ത്, ഇപ്പോൾ BJP നേതാവ് യുവരാജ് ഗോകുൽ നമുക്കൊപ്പം ചേരുന്നു. യുവരാജ്, രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നു എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ട് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. പക്ഷേ ഈ തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് പാക് ഭരണകൂടത്തിലുള്ളവർ തന്നെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം, അത് ഏത് തരത്തിലായിരിക്കും BJP കാണുക? അല്ല, ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരത് ആദ്യമായിട്ടല്ലല്ലോ ഇത്തരം പണികൾ എടുക്കുന്നത്. ഒരു രാജ്യം ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കേണ്ടുന്ന സമയത്ത് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് നമ്മുടെ പ്രതിപക്ഷം മാറുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതിപ്പോ കോൺഗ്രസ് മാത്രമല്ലാന്നേ, നിങ്ങളൊന്ന് നോക്കി നോക്കൂന്നേ. ഇപ്പൊ തുടക്കത്തില് ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക മരുമകനുണ്ടല്ലോ റോബർട്ട് വദ്ര, അദ്ദേഹം എന്താ പ്രതികരിക്കുന്നത്? ഇത് ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ആക്രമണമാണ്, ഹിന്ദുത്വ ഭരണം ഇവിടെ വന്നതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എന്താ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്? ഇത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ചെയ്തതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇന്ത്യക്കകത്ത് ഹിന്ദുത്വ ഭരണം വന്നു, ആ വന്നതിനെതിരായിട്ട് മുസ്ലിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ പഴി ആരുടെ തലയിലാണ് കൊണ്ടുവയ്ക്കുന്നത്? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിങ്ങളുടെ തലയിലല്ലേ. BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? BJPയുടെ ഏതെങ്കിലും നേതാക്കൾ അങ്ങനെ പറഞ്ഞോ? നമ്മൾ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായമാണ് BJP അഭിപ്രായമായിട്ട് പറയുന്നത്. അതായത് എന്താണ്? പാകിസ്ഥാനാണ് ഈ ആക്രമണത്തിന്റെ പുറകിലെന്ന്. പക്ഷെ കോൺഗ്രസ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഇന്നിപ്പോ അടൂർ പ്രകാശിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കണ്ടായിരുന്നു? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് പാകിസ്ഥാൻ എന്തിനാണ് ആക്രമിക്കുന്നത്? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് ഇവരെല്ലാവരും പറഞ്ഞത് കശ്മീരിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നു എന്നല്ലേ. അപ്പൊ ഇവരെന്താ പറഞ്ഞു വയ്ക്കുന്നത്? കശ്മീരിലെ മുസ്ലിങ്ങളാണ് ആക്രമണം നടത്തിയെന്നാണോ? കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് പാകിസ്ഥാനാണ് പുറകിലെന്നാണ്. കേന്ദ്ര സർക്കാർ ആ പറയുന്നതിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പൊ തുളസി ഗബ്ബാർഡ് അമേരിക്കയുടെ സെക്യൂരിറ്റിയുടെ ചാർജുള്ള ലീഡറാണ്, അവരുൾപ്പെടെ ഇന്ത്യയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്താണ് കോൺഗ്രസ് ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് കവറിംഗ് ഫയർ നടത്തി കൊടുക്കുന്നത്. ആ സാധാരണ നമ്മുടെ എന്താ ശത്രുവിന് വേണ്ടിയിട്ട് കവറിംഗ് ഫയർ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അകത്തുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടി തന്നെ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ എന്താണ് ആ വിഷയത്തോട് പ്രതികരിക്കേണ്ടത്? ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റും BJP കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്നുകൂടിയാണോ യുവരാജ്? അല്ല, നമ്മളിപ്പോ രാഷ്ട്രീയം കളിക്കേണ്ടതോ രാഷ്ട്രീയം പറയേണ്ടതോ ആയിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരുടെയും ശ്രദ്ധ ഈ പറയുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വിഷയമാക്കി മാറ്റുക എന്നുള്ളതൊന്നുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും പരിപൂർണമായ ശ്രദ്ധ നമുക്ക് പുറത്തൊരു ശത്രു നിലപാടെടുക്കുക എന്നുള്ള നിലയിലാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ദയവ് ചെയ്ത് ശത്രുവിന്റെ കയ്യിലെ ആയുധമായിട്ട് മാറാതിരിക്കുക എന്നുള്ളൊരു കാര്യമെങ്കിലും അവർ തൽക്കാലം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനോട് പറയാനുള്ളത്. ഇത് പക്ഷേ അത്രയും പറയുമ്പോഴും ഇതൊരിക്കൽ BJP അധികാരമില്ലാതിരുന്ന കാലത്ത് നരേന്ദ്രമോദിയുടെ ട്വീറ്റ് പോലും ദഹാർ റാണയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അതൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണല്ലോ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ തരത്തിൽ വീഴ്ചയുണ്ടായോ കേന്ദ്ര സർക്കാരിൽ എന്നുള്ള ചോദ്യവും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്ന കാര്യമില്ലേ? അത് BJPയും ചെയ്തിട്ടുള്ളതല്ലേ? BJP ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ടൈമിംഗ് എന്ന് പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ പറയുന്നത് നരേന്ദ്രമോദിജി മൻമോഹൻ സിംഗിനെ വിമർശിച്ചു എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് ആണല്ലോ. അതെ, നരേന്ദ്രമോദിയുടെ വിമർശനം എപ്പോഴാണ്? 2012 മുംബൈ ടെറർ അറ്റാക്ക് എപ്പോഴാണ് നടന്നിരിക്കുന്നത്? 2008 4 വർഷം കഴിഞ്ഞിട്ട്. അല്ലാണ്ട് രാജ്യം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന സമയത്തല്ല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് BJP വിമർശിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മുംബൈ ടെറർ അറ്റാക്കിൽ 166 പേര് കൊല്ലപ്പെട്ടു, സിവിലിയൻസ് കൊല്ലപ്പെട്ടു. 166 എന്ത് നടപടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? നിങ്ങൾ എല്ലാവരും ഇപ്പൊ തിരിച്ചടിയപ്പോ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ചോദിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നോ എപ്പോ തിരിച്ചടി ഉണ്ടാവുമെന്ന്? തിരിച്ചടിക്കാൻ പോയിട്ട് അങ്ങോട്ടേക്ക് നോക്കാനെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ വിമർശനം ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല. റൈറ്റ്, BJP നേതാവ് യുവരാജ് ഗോകുലാണ് പ്രതികരിച്ചത്. നന്ദി. സാങ്കേതിക വിഷയങ്ങൾ കേണൽ ഡിന്നി കൂടി